ഹലോ ഡിയർ ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സമഗ്ര പരിശീലനമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9ാമത്തെ എപ്പിസോഡാണിത്. മാത്സ് ആൻഡ് റീസണിംഗ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനും KAS ഉൾപ്പെടെയുള്ള ബിരുദതല പരീക്ഷകൾക്കും +2 ലെവൽ പരീക്ഷയും 10th ലെവൽ പ്രിലിംസ് മെയിൻ എല്ലാത്തിനും ഉപകരിക്കുന്ന കുറച്ച് മാത്സും റീസണിങ്ങുമാണ് ഞാൻ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പഴയ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അഥവാ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മൈ ലൈവ് ക്ലാസ് റൂം അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. 120 മീറ്റർ 80 മീറ്റർ നീളമുള്ള 2 ട്രെയിനുകൾ 25 km/h 35 km/h വേഗത്തിൽ എതിർദിശകളിൽ സഞ്ചരിക്കുന്നു എങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇവിടെ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 ട്രെയിനുകളുടെയും നീളം തന്നിട്ടുണ്ട്. 120 മീറ്റർ 80 മീറ്റർ. 2 ട്രെയിനുകളുടെയും സ്പീഡും തന്നിട്ടുണ്ട്. 25 km/h 35 km/h. നമ്മൾക്ക് ഇവ രണ്ടും ക്രോസ് ചെയ്യാൻ എന്നുവെച്ചാൽ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കണം. ട്രെയിനിൻ്റെ നീളം നമ്മൾക്ക് L1 L2 എന്നെടുക്കാം. L1 120 മീറ്റർ, L2 80 മീറ്റർ. അതുപോലെ 2 ട്രെയിനുകളുടെയും സ്പീഡ് 25 km/h 35 km/h. അതിനെ നമ്മൾക്ക് S1 S2 എന്നെടുക്കാം. S1 25 km/h, S2 35 km/h. എന്നിട്ടിത് പരസ്പരം ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കണം. T എന്നെടുക്കാം. അപ്പോൾ ഇതിന് ഒരു ഫോർമുലയുണ്ട്. T = L1 + L2 / S1 + S2 എന്ന് പറഞ്ഞാൽ 2 ട്രെയിനുകളുടെയും നീളം L1ഉം L2ഉം തമ്മിൽ കൂട്ടി അതിനെ 2 ട്രെയിനുകളുടെയും സ്പീഡ് S1 S2 അതുകൊണ്ട് കൂട്ടുന്ന തുക കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ട സമയം കിട്ടും. T = L1 + L2 / S1 + S2 എന്ന് പറയുമ്പോൾ L1 L2 നമുക്കറിയാം 120 80. 120 + 80 / S1ഉം S2 അറിയാം 25 + 35. അപ്പോൾ എത്ര കിട്ടും? 200 നമ്മൾക്ക് km/h തന്നിരിക്കുന്നത് നമ്മൾ m/s അപ്പോൾ 200 / 60 എന്ന് കിട്ടുന്നതിന് നമ്മൾക്ക് m/s 60 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് m/s കിട്ടുന്നത്. 60 × 5/18 200 / 60 × 5/18. അപ്പോൾ എത്ര കിട്ടും? 200 ഇൻറ്റു നമ്മൾക്ക് ഏറ്റവും താഴെ വരുന്നതിന് നമ്മൾ മുകളിൽ കൊണ്ടുപോകുമല്ലോ. 200 × 18 / 60 × 5. അപ്പോൾ നമ്മൾക്ക് 12 സെക്കൻഡ് എന്ന് കിട്ടും. ഈ 2 ട്രെയിനുകളും തമ്മിൽ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ആ സമയം എന്ന് പറയുന്നത് 12 സെക്കൻഡാണ്. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12,000 രൂപയ്ക്ക് 10% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ എത്ര? ഇവിടെ കൂട്ടുപലിശയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. 12,000 രൂപയ്ക്ക് 10% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾക്കതിൻ്റെ ആൻസർ വിശകലനം ചെയ്യാം. വാർഷികത്തിൽ കൂട്ടുപലിശ 100% എന്ന സംഖ്യയെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സംഖ്യയെ നമ്മൾ 100% എന്ന് അടിസ്ഥാനപ്പെടുത്തണം. 10% കൂട്ടുപലിശ നിരക്കെന്ന് തന്നിട്ടുണ്ട്. 3 വർഷത്തേക്കെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ 1 വർഷത്തെ കൂട്ടുപലിശ നിരക്കെന്ന് പറയുന്നത് സംഖ്യയുടെ 100% പ്ലസ് ഇതിൻ്റെ 10% റേറ്റ്. അപ്പോൾ 110% എന്ന് കിട്ടും 1 വർഷം. അങ്ങനെ നമ്മൾക്ക് 3 വർഷം കണ്ടുപിടിക്കണം. അപ്പോൾ 110% ഇൻറ്റു 110% ഇൻറ്റു 110%. അങ്ങനെ 3 തവണ നമ്മൾക്ക് കൂട്ടുപലിശ നിരക്ക് കിട്ടും. നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അപ്പോൾ 12,000 രൂപ ഉൾപ്പെടെ നമ്മൾക്ക് കൂട്ടുപലിശ ഉൾപ്പെടെ കിട്ടുന്ന രൂപ എന്ന് പറയുന്നത് 12,000 ഇൻറ്റു 110 / 100 എന്ന് പറഞ്ഞാൽ 110% ഇൻറ്റു 110 / 100 ഇൻറ്റു 110 / 100. 110 / 100 3 വർഷമായ കാരണം 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് 15,972 രൂപ എന്ന് കിട്ടും.
അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് കിട്ടുന്നത് 15,972 രൂപയാണ്. അപ്പോൾ കൂട്ടുപലിശ മാത്രം കണ്ടുപിടിക്കാൻ നമ്മൾക്ക് 15,972 നിന്ന് 12,000 നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമ്മൾക്ക് 3,972 രൂപ എന്ന് കിട്ടും. 3,972 രൂപ എന്ന് കിട്ടും. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 3,972, 3,820, 3,634, 3,812. അപ്പോൾ അതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3,972 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാത്തമെറ്റിക്കൽ ഡെറിവേറ്റീവ്സ് ആണ്. അത് നമ്മൾ ഡിറൈവ് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. നല്ല ശ്രദ്ധിച്ചിത് മനസ്സിലാക്കണം. നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണിത്. നമ്മൾക്കിത് ശ്രദ്ധിച്ച് സോൾവ് ചെയ്യാം. 8 സ്ക്വയർ ഇൻറ്റു 512 ദി ഹോൾ റൈസ് ടു 2/5 ഡിവൈഡഡ് ബൈ 1/16 ദി ഹോൾ റൈസ് ടു -2. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 8 സ്ക്വയർ ഇൻറ്റു 512 ദി ഹോൾ റൈസ് ടു 2/5 ഡിവൈഡഡ് ബൈ 1/16 ദി ഹോൾ റൈസ് ടു -2. ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെന്ന് നമ്മൾക്ക് സ്റ്റെപ്പ് 1 by 1 ആയി നോക്കാം. ഇവിടെ 8 സ്ക്വയർ ഇൻറ്റു 512 ദി ഹോൾ റൈസ് ടു 2/5 ഡിവൈഡഡ് ബൈ 1/16 ദി ഹോൾ റൈസ് ടു -2. അതിനെ നമ്മൾക്ക് ലഘൂകരിച്ച് എഴുതാം. 8 സ്ക്വയർ അതുപോലെ തന്നെ എഴുതും. ഇൻറ്റു 512 എന്ന് പറഞ്ഞാൽ 8 × 8 × 8 ആണ്, 8 ക്യൂബ്. അപ്പോൾ 512ൻ്റെ സ്ഥാനത്ത് നമ്മൾ 8 ക്യൂബ് എഴുതുന്നു. പിന്നെ 2/5 അതുപോലെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ 1/16 ദി ഹോൾ റൈസ് ടു -2 എന്നുള്ളത് നമ്മൾക്ക് 16 സ്ക്വയർ എന്ന് എഴുതാം. 1/16 ദി ഹോൾ റൈസ് ടു -2 നമ്മൾക്ക് മാറ്റുമ്പോൾ വെറും 16 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 8 സ്ക്വയർ ഇൻറ്റു 8 ക്യൂബ് എന്ന് എഴുതിയത് കൂട്ടിയാൽ നമ്മൾക്ക് 8/5 എന്ന് കിട്ടും. 8/5 ദി ഹോൾ റൈസ് ടു 2/5 ഡിവൈഡഡ് ബൈ 16 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അടുത്ത് 8/5 ഇൻറ്റു 5 ദി ഹോൾ സ്ക്വയർ 2/5 ഉണ്ടല്ലോ, അതിനെ നമ്മൾക്ക് ഒന്നുകൂടി ലഘൂകരിക്കാം. 8/5 ദി ഹോൾ റൈസ് ടു 2/5. അത് 8/5ൻ്റെ 5ഉം 2/5ൻ്റെ 5ഉം അതിലെ 5 ക്യാൻസലായി പോകും. അപ്പോൾ 8/5 ദി ഹോൾ റൈസ് ടു 2/5 എന്നുള്ളത് വെറും 8 സ്ക്വയറായി മാറും. 5ഉം 5ഉം ക്യാൻസലായി പോയിട്ട്. അപ്പോൾ 8 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 × 8. 8 × 8 ഡിവൈഡഡ് ബൈ 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 × 16. അത് 8ഉം 6ഉം തമ്മിൽ ക്യാൻസലായി പോയിട്ട് 1/4 എന്ന് കിട്ടും. നമ്മളുടെ ഇവിടുത്തെ ഡെറിവേറ്റീവ്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/4 ആണ്. ഇവിടെ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1/2, 1/4, 1/8, 1/16. നമ്മളുടെ ആൻസർ 1/4 ആണ്. എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമയം 5:25 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ, മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര? ഈ കോണളവ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ഞാൻ പഴയ എപ്പിസോഡുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ ഞാൻ നീറ്റാ പറഞ്ഞു തരാം. സമയം 5:25 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ, മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. കോണളവ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട്. ഈ ഫോർമുല നിങ്ങൾ ബൈഹാർട്ടാക്കി വയ്ക്കണം. കോണളവ് = 60 അവർ 60 മണിക്കൂർ, 60 H, 60 അവർ -11 മിനിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്നതാണ് കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. 60 അവർ -11 മിനിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഈ അവറിൻ്റെ എച്ചും മിനിറ്റിൻ്റെ എമ്മും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് തന്നിട്ടുള്ള ക്ലോക്കിലെ മണിക്കൂറും മിനിറ്റുമാണ്. ഇവിടെ നമ്മൾക്ക് ക്ലോക്കിൽ തന്നിട്ടുള്ള മണിക്കൂർ 5 മണിക്കൂറാണ്. അപ്പോൾ 60 അവറിൽ ആ എച്ച് സൂചിപ്പിക്കുന്നത് 5 ആണ്. 11 എം അതിലെ ആ മിനിറ്റിലെ എം സൂചിപ്പിക്കുന്നത് 25 മിനിറ്റാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇക്വേറ്റ് ചെയ്യണം.
60H മൈനസ് 11M ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് 60 ഇൻറ്റു H 5 ആണ്. 60 ഇൻറ്റു 5 മൈനസ് 11 ഇൻറ്റു M എന്ന് പറഞ്ഞത് 25 ആണ്. നമ്മൾക്ക് തന്നിട്ടുണ്ടല്ലോ 525 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 60 ഇൻറ്റു 5 നമ്മൾക്ക് 300 എന്ന് കിട്ടും. 11 ഇൻറ്റു 25 275 എന്ന് കിട്ടും. 300 മൈനസ് 275 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് 12.5 ഡിഗ്രി എന്ന് കിട്ടും. കോണളവ് ഡിഗ്രിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് 12.5 ഡിഗ്രി എന്ന് കിട്ടും. 300 മൈനസ് 275 25 ആണ്. 25/2 ആകുമ്പോഴാണ് 12.5 കിട്ടുന്നത്, ഡിഗ്രി എന്ന് കിട്ടും. അതാണ് നമ്മളുടെ ആൻസർ. നമ്മൾക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 50 ഡിഗ്രി, 12.5 ഡിഗ്രി, 20 ഡിഗ്രി, 25 ഡിഗ്രി. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 12.5 ഡിഗ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1982 ഡിസംബർ 17 ശനിയാഴ്ച ആയാൽ 1984 ഡിസംബർ 22 ഏത് ദിവസം? ഇങ്ങനെ ഈ ദിവസം കണ്ടുപിടിക്കാനുള്ള വേറെ പ്രോബ്ലം ഞാനിതിന് മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഇതിൻ്റെ ആൻസർ കറക്റ്റ് വിശകലനം ചെയ്യാം. 1982 ഡിസംബർ 17 ശനിയാണെന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 1984 ഡിസംബർ 22 കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾക്ക് ആദ്യം 1984 ഡിസംബർ 17 തന്നെ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് 5 മാറ്റിയാൽ മതിയല്ലോ ഡിസംബർ 22 കിട്ടാൻ. അപ്പോൾ 1984 ഡിസംബർ 22 എന്നത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ 1982 നിന്നും 1984 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 2 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ദിവസം കണ്ടുപിടിക്കുമ്പോൾ ആ വ്യത്യാസം നമ്മൾ കൂട്ടേണ്ട ആവശ്യമുണ്ട്. ബാക്കിലോട്ടുള്ള ഇയർ എടുക്കാൻ പറയുകയാണെങ്കിൽ കുറയ്ക്കുകയും വേണം ഈ വർഷം. ഇപ്പോൾ 2 വർഷം മുന്നോട്ട് പോവുകയാണ്. അതോട് ആ 2 വർഷത്തിൻ്റെ 2 നമ്മൾ കൂട്ടണം. പിന്നെ 1984 അതിവർഷമാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ 1 കൂടും. അപ്പോൾ നമ്മൾക്ക് 1982 നിന്നും 84 പോകുമ്പോൾ തന്നെ നമ്മൾക്ക് 3 കൂടേണ്ടി വരും. അപ്പോൾ 1982 ഡിസംബർ 17 ശനിയാണെങ്കിൽ 1984 ഡിസംബർ 17 3 ദിവസം മാറിയതായിരിക്കും. അപ്പോൾ ശനി കഴിഞ്ഞ് 3 ദിവസം മാറിയാൽ എന്തോന്നാണ്? ഞായർ, തിങ്കൾ, ചൊവ്വയായിരിക്കും. അപ്പോൾ 1984 ഡിസംബർ 17 എന്ന് പറയുന്നത് ശനിയുടെ കൂടെ 3 കൂട്ടി ഒരു ചൊവ്വയായിരിക്കും. നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് 1984 ഡിസംബർ 22 ഏത് ദിവസമായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഡിസംബർ 17 നിന്ന് ഡിസംബർ 22 പോകുമ്പോൾ 5 ദിവസം. അപ്പോൾ നമ്മൾ ചൊവ്വ എന്ന് നമ്മൾക്ക് കിട്ടി, അതിൻ്റെ കൂടെ 5 കൂട്ടണം. അപ്പോൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. നമ്മൾക്ക് 5 കൂട്ടുമ്പോൾ ഞായറാണ് കിട്ടുന്നത്. അപ്പോൾ 1984 ഡിസംബർ 22 എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയായിരിക്കും. നമ്മൾക്ക് ഏത് ദിവസമായിരിക്കും എന്നായിരുന്നല്ലോ ക്വസ്റ്റ്യൻ. അത് ഒരു ഞായറാഴ്ച ആയിരിക്കും. ഇവിടെ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ശനി, ചൊവ്വ, ബുധൻ, ഞായർ. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഞായറാണ്. ഞായർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അംശബന്ധം 8:3 ആണ്. 10 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സുകളുടെ അംശബന്ധം 2:1 ആണ്. എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ളത് ഇപ്പോഴത്തെ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അംശബന്ധം തന്നിട്ടുണ്ട് 8:3. 10 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സുകളുടെ അംശബന്ധവും തന്നിട്ടുണ്ട് 2:1. എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾക്ക് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട് 8:3 എന്നാണ്. അപ്പോൾ നമ്മൾക്ക് വയസ്സ് കണ്ടുപിടിക്കാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കാം. അച്ഛൻ്റെ വയസ്സ് നമ്മൾ 8x എന്നെടുക്കുകയാണെങ്കിൽ മകൻ്റെ വയസ്സ് 3x എന്ന് കിട്ടും. അതറിയാമല്ലോ. 8:3 നമ്മൾ വയസ്സ് കണ്ടുപിടിക്കാൻ 8xഉം 3xഉം ആക്കി മാറ്റി. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സാണ് 8xഉം 3xഉം അച്ഛൻ്റെയും മകൻ്റെയും. 10 വർഷം കഴിഞ്ഞെന്തോന്നായിരിക്കും? ഇതിൻ്റെ ഒപ്പം 10 വീതം ആഡ് ചെയ്താൽ മതിയല്ലോ. 8x + 10ഉം 3x + 10ഉം ആയിരിക്കും അവരുടെ വയസ്സുകളുടെ പ്രൊപ്പോർഷൻ.
8x+10:3x+10 ആയിരിക്കും അവരുടെ വയസ്സുകളുടെ പ്രൊപ്പോർഷൻ. അത് നമ്മൾക്ക് തന്നിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സുകളുടെ പ്രൊപ്പോർഷൻ 2:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8x+10:3x+10 2:1 എന്ന് കിട്ടും. ഇവിടെ ഈ പ്രൊപ്പോർഷൻ മാറ്റി നമ്മൾക്ക് അവരുടെ ഏജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ 8x+10ൻ്റെ ഒപ്പം മകൻ്റെ വയസ്സിൻ്റെ പ്രൊപ്പോർഷനായ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും 3x+10 എന്നതിൻ്റെ അടുത്ത് അച്ഛൻ്റെ വയസ്സുകളുടെ പ്രൊപ്പോർഷനായ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ ഇതെങ്ങനെയാണ് ഈ പ്രൊപ്പോർഷൻ മാറ്റേണ്ടതെന്ന്. പ്രൊപ്പോർഷൻ മാറ്റുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 1 × 8x+10 2 × 3x+10 എന്ന് കിട്ടും. അപ്പോൾ 1 × 8x+10 എന്ന് പറഞ്ഞാൽ 8x+10 തന്നെയാണ്. 2 × 3x+10 എന്ന് പറഞ്ഞാൽ 6x+20 ആണ്. അപ്പോൾ ഇത് എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം. 8x - 6x = 20 - 10 എന്ന് കിട്ടും. 8x - 6x എത്രയാണ്? 2x. 2x = 20 - 10 10 ആണ്. 10 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എത്രയാണ്? 2x 10 ആണെങ്കിൽ എക്സ് 10/2 5 ആണ്. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ എക്സ് 5 എന്ന് കിട്ടി. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 8x ആണ്. അപ്പോൾ 8x എന്ന് പറയുമ്പോൾ 8 × 5. 8 × 5 എത്രയാണ്? 40. അപ്പോൾ അച്ഛന് 40 വയസ്സ് എന്ന് കിട്ടും. ഇതുപോലെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ മോൻ്റെ വയസ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? മോൻ്റെ വയസ്സ് 3x ആണല്ലോ. അപ്പോൾ 3 × 5 എന്ന് കിട്ടുമായിരുന്നു. 15 എന്ന് കിട്ടുമായിരുന്നു എക്സ് വച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ അച്ഛൻ്റെ വയസ്സാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് 40 വയസ്സാണ്. നമ്മൾക്ക് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 38, 36, 42, 40. അതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 40 വയസ്സ്. അച്ഛൻ്റെ വയസ്സ് 40 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ റീസണിങ്ങിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മാത്സും റീസണിങ്ങും ഒരുമിച്ച് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റീസണിങ്ങിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ശ്രേണി പൂർണ്ണമാക്കുക. 3 ശ്രേണി തന്നിട്ടുണ്ട്. KDW MGT OJQ ഇങ്ങനെ തന്നാൽ ശ്രേണിയിലെ അടുത്ത അക്ഷരങ്ങൾ ഏതായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. KDW MGT OJQ എന്ന് തന്നിട്ടുണ്ട്. ശ്രേണിയിലെ അടുത്ത അക്ഷരങ്ങൾ ഏതായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ആദ്യത്തെ അക്ഷരങ്ങളായ KDW MGT OJQ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ കെയും എമ്മും തമ്മിലുള്ള റിലേഷൻ +2 ആണ്. കെ കഴിഞ്ഞ് LM, അതുപോലെ ഡി കഴിഞ്ഞ് കെ കഴിഞ്ഞ് LM, അതുപോലെ എം കഴിഞ്ഞ് MNO 2 എണ്ണം. അപ്പോൾ 2 ഡിഫറൻസ് വരുന്നതാണ് കെയും എമ്മും ഒയും. ഈ ശ്രേണിയിലെ വാക്കുകളുടെ അക്ഷരങ്ങളുടെ ആദ്യത്തെ അക്ഷരം എടുക്കുകയാണെങ്കിൽ KMO 2 ഡിഫറൻസ് ആണ് വരുന്നത്. കെ കഴിഞ്ഞ് രണ്ടാമത്തതാണ് എം, രണ്ടാമത്തതാണ് ഒ. അതുപോലെ രണ്ടാമത്തെ അക്ഷരമായ DGJ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ 3 അക്ഷരങ്ങളുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ഡി കഴിഞ്ഞ് EFG, പിന്നെ അത് കഴിഞ്ഞ് HIJ. അങ്ങനെ 3 അക്ഷരങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ മൂന്നാമത്തെ അക്ഷരങ്ങളായ WTQ എടുക്കുകയാണെങ്കിൽ ബാക്കിലോട്ടാണ് പോകുന്നത്. W കഴിഞ്ഞ് 3 അക്ഷരം പുറകിലാണ് T വരുന്നത്. പിന്നെ അതിൻ്റെ 3 അക്ഷരം പുറകിലാണ് Q വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അടുത്ത അക്ഷരം കണ്ടുപിടിക്കാൻ ആദ്യത്തെ അക്ഷരങ്ങൾ +2 ആണെന്ന് പറഞ്ഞല്ലോ, 2 അക്ഷരം മുന്നിലോട്ട്. അപ്പോൾ 2 അക്ഷരം മുന്നിലോട്ട് നോക്കുമ്പോൾ KMO കഴിഞ്ഞ് അടുത്ത 2 അക്ഷരം മാറി Q ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ടുപിടിക്കാനുള്ള ശ്രേണിയിലെ കണ്ടുപിടിക്കാനുള്ള അക്ഷരങ്ങളുടെ ആദ്യത്തെ അക്ഷരം നമ്മൾക്ക് Q എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ അക്ഷരം DGJ, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മൂന്നാമത്തെ അക്ഷരമാണ് M എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് Qവും Mഉം കിട്ടി.
അടുത്ത അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ WTQ ആണ്. അത് -3 ആണ് വരുന്നത്, 3 അക്ഷരം ബേക്കിലോട്ടാണ്. അപ്പോൾ ക്യൂവിൻ്റെ 3 അക്ഷരം ബേക്കിലോട്ട് നമ്മൾക്ക് N എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്ന അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ QMN ആണ്. അടുത്ത ശ്രേണി നമ്മൾക്ക് ഫില്ല് ചെയ്യാനുള്ളത് QMN എന്ന് കിട്ടും. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: QMN, QNM, MNQ, NMQ. അതിൽ നമ്മളുടെ ആൻസർ QMN എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജേഷ് 3.5 കിലോമീറ്റർ വടക്കോട്ട് പോയ ശേഷം, നിങ്ങളിതൊരു പേന എടുത്ത് വരയ്ക്കണം. വരച്ചാൽ മാത്രമേ കറക്റ്റ് ഐഡിയ കിട്ടുകയുള്ളൂ. രാജേഷ് 3.5 കിലോമീറ്റർ വടക്കോട്ട് പോയ ശേഷം നോർത്തിലോട്ട് പോയി. എന്നിട്ട് 1.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 3.5 കിലോമീറ്റർ നടന്നു എങ്കിൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് രാജേഷ് എത്ര ദൂരത്തിലാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. രാജേഷ് 3.5 കിലോമീറ്റർ വടക്കോട്ട് പോയ ശേഷം 1.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 3.5 കിലോമീറ്റർ നടന്നു എങ്കിൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് രാജേഷ് എത്ര ദൂരത്തിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ രാജേഷ് ഒരു സ്ഥലത്ത് നിന്ന് 3.5 കിലോമീറ്റർ വടക്കോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 3.5 കിലോമീറ്റർ നോർത്തിലോട്ട് മുകളിലോട്ടൊരു വര വരയ്ക്കണം. 3.5 കിലോമീറ്റർ എന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം 1.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. അപ്പോൾ വടക്കോട്ട് പോയിട്ട് ലെഫ്റ്റാണ് വെസ്റ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് 1.5 കിലോമീറ്റർ പോവുകയാണ്. ആ പോയ ആൾ തന്നെ പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 3.5 കിലോമീറ്റർ നടന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 3.5 കിലോമീറ്റർ നടക്കുക എന്ന് പറയുമ്പോൾ പിന്നെ സൗത്തിലോട്ട് തെക്കോട്ടാണ് വരുന്നത്. വടക്കോട്ട് പോയി പിന്നെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നടന്നു. എന്നിട്ട് ഇടത് തിരിഞ്ഞ് പിന്നെ നടക്കുമ്പോൾ അയാൾ സൗത്തിലോട്ട് തെക്കോട്ടാണ് വരുന്നത്. തെക്കോട്ട് അയാൾ പിന്നെയും 3.5 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലായി, വടക്കോട്ട് 3.5 കിലോമീറ്റർ നടന്നു, തെക്കോട്ട് 3.5 കിലോമീറ്റർ നടന്നു, പടിഞ്ഞാറോട്ട് 1.5 കിലോമീറ്റർ നടന്നു. അപ്പോൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് രാജേഷ് എത്ര ദൂരത്തിലായിരിക്കും? യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ പടിഞ്ഞാറായിരിക്കും ഇപ്പോൾ രാജേഷ് ഉള്ളത്. കാരണം വടക്കോട്ടും തെക്കോട്ടും അയാൾ 3.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് കാണാനുള്ളത് 1.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തത് മാത്രമാണ്. അപ്പോൾ യാത്ര തുടങ്ങിയിടത്തു നിന്നുള്ള അകലം കണക്കാക്കുമ്പോൾ 1.5 കിലോമീറ്ററാണ്. ഡിറക്ഷൻ ചോദിച്ചിട്ടില്ല, പടിഞ്ഞാറോട്ടാണ് ഡിറക്ഷനും. അത് നമ്മൾക്കിവിടെ ചോദിച്ചിട്ടില്ല. 1.5 കിലോമീറ്ററാണ് ആൻസർ. നമ്മൾക്ക് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 2.5 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1.5 കിലോമീറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാല ശ്രേണിയെ തിരിച്ചെഴുതിയാൽ നിങ്ങളുടെ ഇടത്തു നിന്നുള്ള 14ാമത്തെ അക്ഷരത്തിൻ്റെ ഇടത്തോട്ടുള്ള 5ാമത്തെ അക്ഷരം ഏത്? ഇത് നമ്മളുടെ റീസണിങ്ങിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആദ്യം വായിക്കുക. ഇംഗ്ലീഷ് അക്ഷരമാല ശ്രേണിയെ തിരിച്ചെഴുതിയാൽ ABCD എന്നുള്ളത് Z വരെ എഴുതിയിട്ട് ZYX അങ്ങനെ തിരിച്ചെഴുതിയാൽ നിങ്ങളുടെ ഇടത്തു നിന്നുള്ള 14ാമത്തെ അക്ഷരത്തിൻ്റെ ഇടത്തോട്ടുള്ള 5ാമത്തെ അക്ഷരം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ABCD എന്നുള്ളതിനെ തിരിച്ച് ആദ്യം എഴുതണം. ZYX WVUTS RQPONML KJIHGFEDCBA എന്ന് എഴുതണം. ഇവിടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ എഴുതിയിട്ട് നിങ്ങളുടെ ഇടത്തു നിന്നുള്ള 14ാമത്തെ അക്ഷരത്തിൻ്റെ ഇടത്തോട്ടുള്ള 5ാമത്തെ അക്ഷരം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഇടത്തു നിന്നുള്ള 14ാമത്തെ അക്ഷരം കണ്ടുപിടിക്കണം. ഇടത്തു നിന്നുള്ള 14ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ZYX എന്ന് പറഞ്ഞ് എണ്ണി പോകുമ്പോൾ അത് M എന്ന് വരും. പിന്നെ ആ M കഴിഞ്ഞിട്ട് അടുത്ത് ഇടത്തോട്ടുള്ള 5ാമത്തെ അക്ഷരം എന്നതാണ്. ആ എമ്മിൻ്റെ ഇടത്തോട്ടുള്ള 5ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഇടത്തോട്ട് 5 എണ്ണണം. M കഴിഞ്ഞിട്ട് NOPQR. അപ്പോൾ 6 ആണ് നമ്മളുടെ ഇടത്തോട്ടുള്ള 5ാമത്തെ അക്ഷരം. ഇടത്തു നിന്ന് 14ാമത്തെ അക്ഷരം M ആണ്. ആ എമ്മിൽ നിന്ന് ഇടത്തോട്ടുള്ള 5ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് R ആണ്. ഇവിടെ നമ്മൾക്ക് ഓപ്ഷൻസ്
4 VUWR. നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് R ആണ്. R. താഴെ തന്നിട്ടുള്ള സംഖ്യകളിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. താഴെ നമ്മൾക്ക് 5 സംഖ്യകൾ തന്നിട്ടുണ്ട്. 725, 924, 485, 816, 563. ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ എത്ര ഒറ്റസംഖ്യകളുണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾക്ക് ഒറ്റസംഖ്യകളുണ്ടോ എന്ന് ആദ്യം നോക്കാം. എന്നിട്ട് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ വരുന്ന ഒറ്റസംഖ്യകൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ തന്നിട്ടുള്ള സംഖ്യകൾ 725, 924, 485, 816, 563 എന്നീ 5 സംഖ്യകളാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ പരസ്പരം മാറ്റണം. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ പരസ്പരം മാറ്റുമ്പോൾ 725 എന്നുള്ളത് 527 ആകും. 924 എന്നുള്ളത് 429 ആകും. 485 എന്നുള്ളത് 584 ആകും. 816 എന്നുള്ളത് 618 ആകും. 563 ഉള്ളത് 365 ആകും. ഇതിൽ എത്ര ഒറ്റസംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇതിൽ 527, 429, 365 എന്നിവ ഒറ്റസംഖ്യകളാണ്. 584, 618 ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ 5 എണ്ണത്തിൽ 3 ഒറ്റസംഖ്യകൾ കിട്ടും. 527, 429, 365. അങ്ങനെ നമ്മൾക്ക് 3 ഒറ്റസംഖ്യകളാണ് ഇവിടെ കിട്ടുന്നത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആൻസറിൽ ഓപ്ഷൻസ് 1, 2, 3, 4 എന്ന് തന്നിട്ടുണ്ട്. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. 3 ഒറ്റസംഖ്യകളാണ് കിട്ടുന്നത്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും റീസണിങ്ങിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾക്ക് 5 അക്കങ്ങളുടെ ഒരു ശ്രേണി തന്നിട്ടുണ്ട്. 1, 6, 32, 163, 819 എന്നീ 5 സംഖ്യകളുടെ ഒരു ശ്രേണിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ 6ാമത്തെ ശ്രേണി നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ശ്രേണികൾ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. 6, 32, 163, 819 അത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾക്ക് കിട്ടും 6 എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ 1ൻ്റെ ഒപ്പം 1 × 5 + 1 ആണ് 6 എന്ന് പറയുന്നത്. ആ 1നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടണം. അപ്പോൾ 6 കിട്ടും. പിന്നെ 6ൽ നിന്ന് 32 എങ്ങനെ കിട്ടി എന്ന് നോക്കുകയാണെങ്കിൽ 6 × 5 + 2. അപ്പോൾ 6നെ നേരത്തെ പോലെ 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ട് +2 കൂട്ടുമ്പോഴാണ് 32 കിട്ടുന്നത്. പിന്നെ 32ൽ നിന്നും 63 കിട്ടുന്നത് 163 കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. 32നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൂട്ടണം. അപ്പോൾ 163 കിട്ടും. 163നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 കൂട്ടണം. അപ്പോൾ 819 കിട്ടും. അപ്പോൾ ഇവിടെ ഈ സംഖ്യയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടും, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൂട്ടും, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 കൂട്ടും, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 കൂട്ടും. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 കൂട്ടണം. അപ്പോൾ 819നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടും. 819 × 5 + 5 എന്ന് പറയുമ്പോൾ 4100 ആണ്. നമ്മളുടെ ശ്രേണിയിലെ മിസ്സിംഗ് സംഖ്യ എന്ന് പറയുന്നത് 4100 ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4100, 2830, 4246, 3284. നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 4100 ആണ്. ഇതുപോലത്തെ റീസണിങ് ക്വസ്റ്റ്യൻസ് പല പരീക്ഷയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ നല്ലതുപോലെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് വിട്ടുപോയ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഈ അക്കങ്ങൾക്ക് പുറമേ അക്ഷരങ്ങൾ തന്ന് ചോദിക്കാറുണ്ട്.
അക്ഷരങ്ങളിലും ആ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ തമ്മിലുള്ള ആ ശ്രേണിയുടെ റിലേഷൻ ആദ്യം കണ്ടുപിടിക്കണം. ആ റിലേഷൻ വെച്ചിട്ട് വേണം പുതിയ മിസ്സിംഗ് ശ്രേണിയിലെ അക്ഷരം ആ വാക്ക് ഏതെന്ന് കണ്ടുപിടിക്കാനുള്ളത്. PSC പരീക്ഷകളുടെ ഒരു സമഗ്ര പരിശീലനമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫുൾ വാച്ച് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. താങ്ക്